അപ്പോൾ മുട്ടത്തോര റെഡിയാക്കാനായിട്ട് 4 മുട്ട വേവിച്ചെടുത്തിട്ടുണ്ട്. ശേഷം അതിനെ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി വേണ്ടത് 2 പീസ് ചെറിയ ഉള്ളി, പിന്നെ കുറച്ച് ജീരകം വേണം, അതുപോലെ തന്നെ 1/2 കപ്പ് തേങ്ങയും കൂടെ വേണം. അപ്പോൾ ഇത് 3ഉം കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക. ശേഷം ഇതിലേക്ക് കുറച്ച് മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് അത്യാവശ്യം വലിയ സ്പൂണാണ്, അപ്പോൾ അതിനൊരു 1/2 സ്പൂൺ എടുത്തിട്ടുണ്ട്. അതും കൂടെ ആഡ് ചെയ്തിട്ട് മിക്സിയിലിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അങ്ങ് അരിഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് അടിച്ചെടുത്താൽ മതി. അടിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. ശേഷം ചൂടായി വന്ന ചീനച്ചട്ടിയിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. എണ്ണ ചൂടായപ്പോൾ കടുക് ഇട്ട് കൊടുത്തു. കടുകെല്ലാം പൊട്ടി തീർന്നതിന് ശേഷം നമ്മൾ നേരത്തെ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിരുന്നില്ലേ, ആ മിക്സ് ഒന്ന് ഇതിലോട്ടൊന്ന് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം ഒരു 1-2 മിനിറ്റ് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്തിട്ട് വീണ്ടും നന്നായിട്ട് ഇതിനെ ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ജസ്റ്റ് ഒരു 1 മിനിറ്റ് മിക്സ് ചെയ്താൽ മതി. മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച മുട്ടയും കൂടെ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈ മുട്ടയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇത് വീണ്ടും എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സാക്കി എടുക്കണം. ഇത്രയേ ഉള്ളൂ കേട്ടോ, സിമ്പിളാണ്, പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുട്ടത്തോരൻ റെഡിയാണ്. യൂസ്ഫുൾ ആയെന്ന് തോന്നിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. ബൈ, താങ്ക് യു. എല്ലാവരും ട്രൈ ചെയ്യണേ.